ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഈ വീക്കിലെ ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേയിലേക്കാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു റോളർ കോസ്റ്റ് റൈഡായിരുന്നു തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെയുള്ള ഒരു സെഷൻസ് പരിശോധിക്കുമ്പോഴേക്കും. തിങ്കളാഴ്ച 26,373 എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചതിന് ശേഷം പിന്നീട് നിഫ്റ്റിയിൽ കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ. 3 എന്നതിനേക്കാൾ ഉപരി കൃത്യമായിട്ട് പറയുമ്പോൾ ഒരു 2 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടതെങ്കിൽ ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ വളരെ പാനിക്കായിട്ടൊരു സെല്ലിംഗ് ആയിരുന്നു വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഇടിവിലേക്കായിരുന്നു നിഫ്റ്റി 50 ഇന്നലെ ഇൻട്രാഡേയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഏകദേശം ഒരു 400 പോയിൻറ്റ്സിന് മുകളിലൊരു ഇടിവാണ് നിഫ്റ്റി 50 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 25,900 എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ടായിരുന്നു നിഫ്റ്റി 50 ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. 25,876.85 എന്ന നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ലോ ആയിട്ടുള്ള 25,858.45, 26,133.2 എന്നിങ്ങനെയായിരുന്നു നിഫ്റ്റി 50 ഒരു ഹൈ ആൻഡ് ലോ എന്ന് പറയുന്നത്. ഏതായാലും 26,000 എന്നൊരു ലെവൽ തുടക്കത്തിൽ നിലനിർത്തിയിരുന്നുവെങ്കിൽ പോലും പിന്നീട് വളരെ മാസീവായിട്ടൊരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴേക്കും ഒരു റിക്കവറിക്ക് നിഫ്റ്റി 50 ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ വിപണി ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും ആ മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേസമയം മറ്റ് ഇൻഡെക്സുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളിലും ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റിലും ഇടിവിൻ്റെ ഒരു തോത് വളരെ ഇൻറ്റൻസിഫൈഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഒപ്പം ഒരാശ്വാസം പകരുന്നത് മറ്റ് ഇൻഡെക്സുകളൊക്കെ തന്നെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ബട്ട് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിക്ക് അതിൻ്റെ ആ ഒരു അണ്ടർടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ മാസീവായിട്ട് സെല്ലിംഗ് നേരിട്ടിരിക്കുന്നത് വളരെയധികം നേട്ടം നൽകിയിട്ടുണ്ടായിരുന്ന നിഫ്റ്റിയുടെ മെറ്റൽ സൂചികയായിരുന്നു. തുടർച്ചയായിട്ടൊരു റാലിക്ക് ശേഷം മെറ്റൽ സൂചികയിൽ ഇന്നലെ വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് ആയിരുന്നു കണ്ടിരുന്നത്. ഇനി ലോക ഹാൻഡ് ഓവേഴ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും ഏറ്റവും പ്രധാനമായിട്ടും ഇന്നിപ്പോൾ വിപണിയെ സംബന്ധിച്ചിട്ട് കാത്തിരിക്കുന്നത് ഈ ഒരു വീക്കിൽ പൊതുവെ പറയുകയാണെങ്കിൽ ട്രംപിൻ്റെ പ്രസ്താവനകൾ തന്നെയാണ്. എന്നാൽ ഇന്ന് സുപ്രീം കോർട്ടിൻ്റെ ട്രംപിനെതിരെയുള്ള സുപ്രീം കോർട്ടിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിധി അറിയാൻ കഴിയും. അതുതന്നെയാണ് ലോക വിപണികൾ ഉറ്റുനോക്കിയിരിക്കുന്നത്. പക്ഷേ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ഏകദേശം ഒരു 70% ആൾക്കാരും ട്രംപിനെതിരായിട്ടുള്ളൊരു വിധിയായിരിക്കും, ഏതെങ്കിലും ചില ടാക്സുകളെങ്കിലും ഇല്ലീഗലാണ് എന്ന തരത്തിലുള്ളൊരു വിധിയായിരിക്കും വരിക എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ അത്തരമൊരു വിധി വന്നാൽ പോലും മറ്റേതെങ്കിലും വഴി ആ ഒരു താരിഫ് കൊണ്ടുവരാനായിട്ട് ട്രംപ് ഭരണകൂടം ശ്രമിക്കും എന്ന വളരെ കോഷ്യസ് ആയിട്ടൊരു സ്റ്റാൻസാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. ലോക വിപണികളിൽ പ്രത്യേകിച്ചും US വിപണികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് 0.5% നേട്ടം നൽകിയപ്പോൾ നാസ്ഡാക്ക് 0.5% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത്. S&P 500 സൂചിക ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ US വിപണിയെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ മുന്നത്തെ ഒരു സെഷനിൽ വളരെ മാസീവായിട്ട് ഓൾ ടൈം ഹൈലെത്തിയതിനു ശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടതെങ്കിൽ ഇന്നലെ ആ ഒരു ലോ ലെവലിൽ നിന്ന് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റാണ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലേക്ക് എത്തുകയാണെങ്കിൽ 0.5% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നാസ്ഡാക്കിലും ഈ ഒരു ലോ ലെവലിൽ നിന്ന് ഒരു ബൈയിങ് നടന്നതായിട്ടാണ് കാണുന്നത്. S&P 500 സൂചികയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഇൻഡിസിസീവ്നെസ് ആണ് കാണുന്നത്. സോ അമേരിക്കൻ വിപണികളിൽ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. മെഞ്ഞാന്നത്തെ ട്രേഡിംഗ് സെഷനിലായിരുന്നു നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസിൽ 49,600 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചില സ്പെസിഫിക് സ്റ്റോക്സ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാറ്റർപില്ലറിന്റെ കേസിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. $620 റെസിസ്റ്റൻസ് ആയിരിക്കും കാറ്റർപില്ലറിൽ ശ്രദ്ധിക്കേണ്ടത്. സിറ്റി ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. സോ വിച്ച് അഗെയിൻ മീൻസ് ദാറ്റ് നല്ലൊരു ബുള്ളിഷ് ബൈയിങ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്യുന്നുണ്ട്. $122 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. JP മോർഗന്റെ കേസിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം ഇന്നലെ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിക്കേണ്ടത് $333 ലെവൽ.
ആൻഡ് ഫൈനലി ബാങ്ക് ഓഫ് അമേരിക്കയുടെ കേസിലും നമുക്ക് സിമിലർ ആയിട്ട് ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിരിക്കുന്ന $57 റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 26,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ ഇൻഡെക്സിലും പ്രതീക്ഷിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 25,000 പോയിന്റ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു ഒക്ടോബറിന് ശേഷമുള്ളൊരു മാസീവ് റാലി ആയിരുന്നു ഇന്നലെ ഇൻട്രാഡേയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 4% അടുത്തുള്ളൊരു മുന്നേറ്റമായിരുന്നു ക്രൂഡിൽ കാണാൻ സാധിച്ചത്. WTI ക്രൂഡിലാണെങ്കിലും ശരി, ബ്രെൻഡിലാണെങ്കിലും ശരി അത്തരമൊരു മൂവ്മെൻ്റ് ആണ് കണ്ടിരുന്നത്. പ്രധാനമായിട്ടും പല അനലിസ്റ്റുകളും വീണ്ടും ഇപ്പോൾ വെനസ്വേലയ്ക്ക് ശേഷം അടുത്തതായിട്ട് ഇറാന് മേലാണ് ട്രംപ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇറാൻ്റെ ഒരുപക്ഷെ ഓയിൽ റിസർവിലേക്ക് ട്രംപ് കൂടുതലായിട്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തുന്നുണ്ട്. അതൊരു പക്ഷേ നിയർ ടേമിൽ ഈ ഒരു ക്രൂഡിൻ്റെ സപ്ലൈ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം, അല്ലെങ്കിൽ പ്രൈസിനെ ഒരു സമ്മർദ്ദത്തിലാക്കിയേക്കാം എന്നൊരു അനുമാനം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഈ താങ്കളുടെ ഒരു വിലയിരുത്തലിൽ ഇന്നലെ ഉണ്ടായ ഈ ഒരു മൂവ്മെൻറ്റ് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ഷോർട്ട് കവറിംഗ് റാലി മാത്രമായിരുന്നോ കണ്ടിരുന്നത്, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോട്ടം കണ്ടതായിട്ട് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി അറ്റ് ദിസ് പോയിന്റ് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. WTI ക്രൂഡിന്റെ കേസിൽ $59.25 ഇസ് എ വെരി മേജർ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് $60.75. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് $61.50. നമ്മൾ ലോങ് പൊസിഷൻ അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ $55.25 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, അടുത്തായിട്ട് ഗോൾഡിലേക്ക് നോക്കുമ്പോൾ ഗോൾഡിൽ ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റിഷ് ആയിട്ടൊരു ടോണിലാണ് ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. പ്രധാനമായിട്ടും ഏർലി അവേഴ്സിൽ ചില റിക്കവറിയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് 4,483 എന്നൊരു ഡേ ഹൈക്ക് ശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് പൊസിഷനാണ് നേരിട്ടിരിക്കുന്നത്. സോ ഗോൾഡിലുള്ള ഈ ഒരു സബ്ഡ്യൂഡ്നെസ്സിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു ചെറിയ റിക്കവറി കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് എക്സ്ട്രീം ഷോർട്ട് ടേം ചാർട്ട്സിൽ നമുക്ക് സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ട്രേഡിംഗിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 4,405 സപ്പോർട്ടിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് ലഭിക്കണമെങ്കിൽ 4,518 റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യണം. 4,518 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് $4,540 കാണുന്നത്. അടുത്തായിട്ട് ആഭ്യന്തര വിപണിയിലേക്കാണ് വരുന്നത്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു വീക്കിൽ പൊതുവെ പരിശോധിക്കുമ്പോൾ ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 26,373 എന്നൊരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലും നമുക്കൊരു സെൽ ഓഫ് ആണ് കണ്ടത്. പ്രത്യേകിച്ചും ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ വളരെ പാനിക് ആയിട്ടൊരു സെല്ലിംഗ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. 25,900 എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ട് 25,876.85 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് മേൽ 500%, ഇന്ത്യ എന്നതിനേക്കാൾ ഉപരി പൊതുവേ ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങി റഷ്യയുടെ ഭാഗത്തു നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ 500% നികുതി ഏർപ്പെടുത്തും, അതിന് വേണ്ടുന്ന ഒരു ബില്ല് പാസ്സാക്കും എന്നടക്കമുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വിപണിയിൽ വലിയ തോതിലൊരു പാനിക് സെല്ലിങ്ങിലേക്ക് നയിച്ചിട്ടുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ഹെൽത്തി ആയിട്ടൊരു പ്രോഫിറ്റ് കറക്ഷൻ മാത്രമായിട്ടാണോ കണക്കാക്കുന്നത്, അതോ നിഫ്റ്റിയുടെ ഒരു ട്രേഡ് സെറ്റപ്പിൽ ഏതെങ്കിലും തരത്തിലൊരു വീക്ക്നെസ് കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, നമ്മൾ മാർക്കറ്റിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് മാർക്കറ്റിൽ പല ടൈപ്പ് സ്റ്റോറീസ്, പല റൂമേഴ്സ് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രേഡ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. സോ ഇന്ന് തന്നെ ഇപ്പോൾ അനില സൂചിപ്പിച്ചത് ഈ വെനസ്വേലയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള നീക്കത്തിനെ തുടർന്ന് ഇപ്പോൾ ട്രംപ് ഇറാന് എഗൻസ്റ്റ് ആയിട്ട് നീങ്ങാൻ പോകുന്നു. അതല്ലെങ്കിൽ ട്രംപ് 500% ടാരിഫ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സുപ്രീം കോർട്ടിന്റെ വിധി വരാൻ പോകുന്നു. ഇതൊക്കെ ദീസ് ആർ ജസ്റ്റ് മാർക്കറ്റ് സെറ്റ് റൂമേഴ്സ് വിച്ച് കീപ് കമ്മിങ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് അതിന്റെ ചാർട്ട് സ്റ്റഡി ചെയ്യുക. നമ്മൾ നിഫ്റ്റി 50യുടെ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും
നമുക്ക് കാണാൻ സാധിക്കുന്നത് 26,400 പോയിന്റിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ 3 തവണ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ആൻഡ് ആ ലെവൽ എത്തിയതിനു ശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് മാറിയിട്ടുണ്ട്. നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 25,800 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ സപ്പോർട്ടിന് താഴോട്ട് ബ്രേക്ക് ഡൗൺ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ പുതിയ ബൈയിങ് അവസരങ്ങൾ എസ്പെഷ്യലി നിഫ്റ്റി ഹെവി വെയ്റ്റ്സിൽ വളരെ ചുരുക്കം ഓപ്പർച്യൂണിറ്റീസ് കാണാൻ സാധിക്കുന്നുള്ളൂ. ബട്ട് ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിൽ നമുക്ക് ഷോർട്ട് കവറിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. കാര്യം നമ്മൾ ചില ഹെവി വെയ്റ്റ്സ് നോക്കുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ ITC, റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് HDFC ബാങ്ക് വളരെ ഓവർസോൾഡ് റീഡിംഗ് കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നിഫ്റ്റി 50 നമുക്ക് നേരിയ റിക്കവറി പ്രതീക്ഷിക്കാം. നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്നലത്തെ ആ ഒരു ഇടിവിൽ ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട നിലയിൽ ഒരു വലിയ തോതിൽ ഇൻറ്റൻസീവായിട്ടൊരു സെല്ലിംഗ് പ്രഷറിലേക്ക് പോകാത്ത ഒരു ഇൻഡെക്സ് കൂടിയായിരുന്നു ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു റിക്കവറിക്കായിട്ട് ബാങ്ക് നിഫ്റ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ലോ ലെവൽസിൽ വീണ്ടും ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഒക്കെ കടന്നു വന്നിട്ടുമുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 300 പോയിൻറ്റ്സിൻ്റെ ഇടിവിൽ 59,686.5 എന്നൊരു നിലയിലാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഇന്നത്തെ ട്രേഡിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കുമെന്ന്. ഇന്നലത്തെ നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും മെയിൻ ആയിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഒരു സപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇറ്റ് ഈസ് ICICI ബാങ്ക് വിച്ച് ഹസ് ബീൻ ക്വൈറ്റ് സ്പെക്ടാക്കുലർ. കാര്യം എസ്പെഷ്യലി അത് HDFC ബാങ്കിനോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ വലിയ നേട്ടം നമുക്ക് ICICI ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. ബട്ട് ദ പ്രോബ്ലം വിത്ത് ICICI ബാങ്ക് 1440 രൂപയിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ വലിയ ഹൈ പോസിബിലിറ്റിയും ഉണ്ട്. ബട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ HDFC ബാങ്കിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് കവറിംഗിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സോ ദാറ്റ് ഷുഡ് ഹെൽപ്പ് ടു ദ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ടു റിക്കവർ എ ലിറ്റിൽ ബിറ്റ്. പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും പർട്ടിക്കുലർലി ഹെവി വെയ്റ്റ്സിൽ ഒന്നും തന്നെ അഗെയിൻ നമുക്ക് ലോ റിസ്കിലെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. സോ വി ഹാവ് ടു വെയിറ്റ്. ഇന്നലെ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ സെൽ ഓഫ് അല്ലെങ്കിൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ സെൽ ഓഫ് നേരിട്ടൊരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ മെറ്റൽ സൂചികയായിരുന്നു. ഒരു പക്ഷേ കഴിഞ്ഞൊരു കുറേ നാളുകളായിട്ടൊരു റാലിയായിരുന്നു ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലത്തെ ഒരു ഇടിവോടി കൂടി ഡിസംബർ 31 മുതൽ ഓൾമോസ്റ്റ് ഒരു ജനുവരി 7-ാം തീയതി കഴിഞ്ഞ ദിവസം വരെയുള്ള ആ ഒരു നേട്ടമെല്ലാം തന്നെ കൈവിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. സോ മെറ്റൽ സൂചികയിലുണ്ടായ ഈ ഒരു മാസീവ് സെല്ലിങ്ങിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു ഇടിവ് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സെക്ടറിൻ്റെ ട്രെൻഡിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഇത് ഇവിടെ നിന്ന് ഈ റാലി സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഡിസംബർ 9 ഈ ഒരു റാലി നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്തത്. 9,900 പോയിന്റ്സിലായിരുന്നു ഈ ഒരു റാലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു കറക്ഷൻ പോലും നടക്കാതെ ബിഗ് റിട്ടേൺസ് വി ഹാവ് സീൻ. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഇൻഡെക്സിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ദിസ് ഇസ് എ വെരി ഹെൽത്തി കറക്ഷൻ ആൻഡ് അറ്റ് ദിസ് പോയിന്റ് നമ്മൾ പാനിക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ലോ റിസ്കിൽ നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ വളരെ ശക്തമായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയ മറ്റൊരു സെക്ടർ നിഫ്റ്റിയുടെ IT സൂചിക കൂടിയായിരുന്നു. സോ IT സൂചികയിലുണ്ടായ ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഓൾമോസ്റ്റ് 7-ാം തീയതി നേടിയ നേട്ടമെല്ലാം തന്നെ കൈവിടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ IT സൂചികയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ IT ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു അനാലിസിസ് എങ്ങനെയാണ്? IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം സൈഡ് വേസായി മാറിയിട്ടുണ്ട്. ദ പ്രോബ്ലം IT ഇൻഡെക്സിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് റിക്കവറി കാണാൻ സാധിച്ചെങ്കിലും ഇന്നലത്തെ ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ആ ഒരു ഷോർട്ട് ടേം റിക്കവറി ഇസ് നൗ അണ്ടർ ത്രെറ്റ്. സോ നമ്മുടെ കൈവശം IT സ്റ്റോക്സ് കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ 37,200 സപ്പോർട്ട് വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. IT സ്റ്റോക്സിൽ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല.
കഴിഞ്ഞ കുറച്ച് സെഷൻസിലായിട്ടൊരു ട്രെൻഡിങ് സ്റ്റോക്കായിട്ട് നിലനിന്ന ഒരു ഓഹരിയാണ് കോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഡിസംബറിൻ്റെ പകുതിക്ക് മുതൽ വളരെ ശക്തമായിട്ടൊരു റാലി ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പല ട്രേഡിംഗ് സെഷൻസിലും വളരെ എക്സ്പ്ലോസീവ് ആയിട്ടൊരു മൂവ്മെൻറ്റും കണ്ടിരുന്നു. എന്നാൽ ഇന്നലെ ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു 1.5% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കോൾ ഇന്ത്യ ഒരു ന്യൂസിൻ്റെ ഫോക്കൽ പോയിന്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ സബ്സിഡറി ആയിട്ടുള്ള ഭാരത് കോക്കിംഗ് കോളിൻ്റെ IPO എന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിട്ടുമുള്ള പലതരത്തിലുള്ള നിക്ഷേപ പ്രതീക്ഷകൾ ഉയർന്നു വന്നിരിക്കുകയാണ്. സോ കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എങ്ങനെയാണ്? അല്ല, ഞാൻ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഈ പത്രത്തിലും മീഡിയയിലും വരുന്ന വാർത്തകൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ മറക്കാൻ പാടില്ലാത്ത കോൾ ഇന്ത്യയുടെ കേസിൽ നവംബർ 25 ആയിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം എനിക്ക് കാണാൻ സാധിക്കുന്നത്. 369 രൂപയിലായിരുന്നു ഈ ഒരു ബോട്ടം. അതിനുശേഷം നമുക്ക് ഓൾമോസ്റ്റ് 5-6 ആഴ്ചകൾ നീണ്ടുന്ന വലിയൊരു റാലി ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന മേജർ സപ്പോർട്ട് ഏരിയ 410 ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ഒരുപക്ഷെ ലോ റിസ്കിൽ ബൈങ് ഓപ്പർച്യൂണിറ്റി വീണ്ടും ലഭിക്കും. അടുത്തായിട്ട് നാഷണൽ അലൂമിനിയത്തിൻ്റെ ഓഹരികളിലേക്ക് കൂടിയാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ടും ഓൾമോസ്റ്റ് ഈ ഒരു മെറ്റൽ സൂചികൾ കണ്ടതിന് സമാനമായൊരു റാലിയാണ് കണ്ടത്. പ്രത്യേകിച്ചും സെപ്റ്റംബറിൻ്റെ ലാസ്റ്റ് വീക്ക് മുതൽ കഴിഞ്ഞ 2025 സെപ്റ്റംബറിൻ്റെ ഒരു ലാസ്റ്റ് വീക്ക് മുതൽ ഇങ്ങോട്ടേക്കൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻ നേരിട്ടെങ്കിൽ പോലും വളരെ ശക്തമായിട്ടുള്ള റിട്ടേൺ നൽകാനായിട്ട് ഈ ഒരു ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഓഹരിയിൽ 5% മുകളിലുള്ള ഒരു നഷ്ടത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് സീരീസിൻ്റെ ആരംഭമാണോ ഇന്നലെ ഉണ്ടായി? തീർച്ചയായിട്ടും. സോ നാഷണൽ അലുമിനിയത്തിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കാണാൻ സാധിക്കുന്ന അറൌണ്ട് 180 രൂപ. മെഞ്ഞാന്നത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് 360 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ സെപ്റ്റംബർ ആൻഡ് ജനുവരി 2026 ഈ സ്റ്റോക്കിൽ നമുക്ക് 100% നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. നാച്ചുറലി ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് സ്റ്റോക്ക് ഈസ് ഓവർ ഹീറ്റഡ്. We have to wait for correction. We have to wait for profit taking. അതിനുശേഷം മാത്രമേ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്കിൽ അവസരം ലഭിക്കത്തുള്ളൂ. നാഷണൽ അലുമിനിയത്തിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ കോപ്പറിൽ നമുക്ക് നവംബർ മാസത്തിലെ ബോട്ടം കാണാൻ സാധിക്കുന്നത് 300 രൂപ. മെഞ്ഞാന്നത്തെ ട്രേഡിൽ നമുക്ക് ഇതിന്റെ ടോപ്പ് ലെവൽ ഹൈ ലെവൽ നോക്കുമ്പോഴേക്കും 580 രൂപ വരെ നമുക്ക് ഈ നേട്ടം കിട്ടിയിട്ടുണ്ട്. സോ അഗെയിൻ ദിസ് ഇസ് ഓവർ ഹീറ്റഡ് സ്റ്റോക്ക്. സോ തൽക്കാലം ഇത്രയും വലിയ ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന സ്റ്റോക്സിലൊക്കെ തന്നെ ലോങ് പൊസിഷൻസ് പുതിയ ഒന്നും എടുക്കാൻ ശ്രമിക്കരുത്. അടുത്തായിട്ട് ടാറ്റ ക്യാപിറ്റലിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ലിസ്റ്റ് ചെയ്തിട്ട് അധികം നാൾ ആകാത്തൊരു ഓഹരി കൂടിയാണ്. ഒക്ടോബറിലായിരുന്നു ലിസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒക്ടോബർ മുതൽ ഒരു ഡിസംബറിൻ്റെ പകുതി വരെയൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും ചില കറക്ഷൻസും ഒക്കെ നേരിട്ടിരുന്നു. എന്നാൽ ഡിസംബറിൻ്റെ പകുതിക്ക് ശേഷം, പ്രത്യേകിച്ചും ഡിസംബർ ഒരു 18-ാം തീയതിക്ക് ശേഷമൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം പലപ്പോഴും കറക്ഷനും നേരിട്ടിട്ടുണ്ട്. ഇന്നലെ ഓഹരിയിൽ ഏകദേശം 1.5% ഒരു നഷ്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുതിയൊരു ടൈം ഹൈ ലെവൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടത്. സോ ടാറ്റ ക്യാപിറ്റൽ ഓഹരികളിലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എങ്ങനെയാണ്? So Tata Capital in the case, short-term trend continues to be bullish, but again, extreme short-term charts നോക്കുമ്പോഴേക്കും അല്പം ഓവർഹീറ്റഡ് റീഡിംഗ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സപ്പോർട്ട് ലെവൽ 350 ആയിരിക്കും. കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു അവസരവും പുതിയ എൻട്രിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ മറ്റ് ചില മെറ്റൽ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ആദ്യമായിട്ട് ഹിന്ദുസ്ഥാൻ സിങ്കിലേക്കാണ് വരുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മെറ്റൽ സൂചികയിലുണ്ടായ റാലിയിൽ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഓഹരി കൂടിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. ഇന്നലെ പക്ഷേ ഏകദേശം ഒരു 6% നഷ്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞ ഏകദേശം ഒരു ഡിസംബർ 22 മുതൽ ഇങ്ങോട്ടേക്ക് നേടിയ നേട്ടമെല്ലാം തന്നെ കൈവിടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. സോ ഹിന്ദുസ്ഥാൻ സിങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ കമ്പയർഡ് ടു ഹിന്ദുസ്ഥാൻ കോപ്പർ, നാഷണൽ അലുമിനിയം, ഹിൻഡാൽകോ മുതലായ സ്റ്റോക്സ് ഒക്കെ
അതായത് നമുക്ക് സെപ്റ്റംബർ നവംബർ മാസത്തിന് ഇടയിൽ വലിയൊരു റാലി, വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിലും വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 580 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അധികം നാളാകാത്ത എന്നാൽ വലിയ തോതിൽ ട്രേഡിംഗ് വോളിയം ഇല്ലാത്ത ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയിലേക്കാണ് വരുന്നത്. സംഭവ് സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ് എന്ന ഓഹരിയാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ലിസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് 2025 ജൂലൈ മാസത്തിലായിരുന്നു. അതിനുശേഷം പിന്നീട് ആ ഒരു ജൂലൈ മാസത്തിൽ തന്നെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് പൊതുവേ ഒരു ഡൗൺ ട്രെൻഡാണ് ഓഹരിയിൽ കാണുന്നത്. സോ സംഭവ് സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? സംഭവ് സ്റ്റീൽ ട്യൂബ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 4-5 മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇടിവിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ 86 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 106 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇന്നലെ മാസീവായി സെല്ലിംഗ് പ്രഷർ നേരിട്ട മറ്റൊരു മെറ്റൽ ഓഹരിയായിരുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലായിരുന്ന ഒരു ഓഹരി ഏകദേശം 5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഹിന്ദുസ്ഥാൻ കോപ്പർ ഓഹരിയുള്ള താങ്കളുടെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഹിന്ദുസ്ഥാൻ കോപ്പറിനെ കുറിച്ച് നേരത്തെ ഓൾറെഡി ഒരു വ്യൂ നൽകിയിരുന്നു. സോ ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 6 ആഴ്ചക്കിടെ ഓൾമോസ്റ്റ് ഒരു 100% നേട്ടം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് ദ സ്റ്റോക്ക് ഇസ് എക്സ്ട്രീംലി ഓവർ ഹീറ്റഡ്. നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 500 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തായിട്ട് ചില ഡിഫൻസ് ഓഹരികളിലേക്കാണ് വരുന്നത്. പ്രധാനമായിട്ടും BHELന്റെ ഓഹരികളിലാണ് വരുന്നത്. BHELനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ മാസീവായിട്ടൊരു സെല്ലിംഗ് ആയിരുന്നു കണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 11% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് BHEL ഓഹരികൾ ഇന്നലെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നേരിയ തോതിലെങ്കിലും ഒരു ബൈങ് ഇൻട്രസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കടന്നു വന്നൊരു ഓഹരിയായിരുന്നു. ആ നേട്ടമെല്ലാം തന്നെ കൈവിടുന്നൊരു സ്ഥിതിയാണ് ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ കാണാൻ സാധിച്ചത്. BHELനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കോൾ ഇന്ത്യയുടെ ഒരു JVയിൽ നിന്നും ജോയിൻറ്റ് വെഞ്ചറിൽ നിന്നും ഏകദേശം 5400 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്, എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിട്ടുണ്ട്. സോ BHEL ഓഹരികളിലുള്ള ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഓഹരിയുടെ ട്രെൻഡ് റിവേഴ്സലിനെ അത് ബാധിച്ചിട്ടുണ്ടോ? അല്ല, BHELന്റെ കേസ് നോക്കുമ്പോഴേക്കും നമുക്ക് ഓഗസ്റ്റ് 29 ഇതിന്റെ ബോട്ടം കാണാൻ സാധിക്കുന്ന 205 രൂപ. ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. നാച്ചുറലി ഇന്നലെ നടന്നിരിക്കുന്ന ആ ഒരു സെൽ ഓഫ് അറ്റ് ദിസ് പോയിന്റ് എനിക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ബട്ട് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 245 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നലത്തെ മാസീവ് സെൽ ഓഫിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഇന്നലത്തെ ഈ വലിയൊരു സെൽ ഓഫിനെ തുടർന്ന് ദർസ് എ ഹൈ പോസിബിലിറ്റി ദാറ്റ് ഇന്ന് അല്ലെങ്കിൽ തിങ്കളാഴ്ച ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കും. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു പുതിയ ബൈങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. ബിക്കോസ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സർ, അവസാനമായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിലും ഒപ്പം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ഓഹരികളിലുമുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അടുത്ത 2-3 സെഷൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1540. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരും സെഷൻസിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് കാണാൻ സാധിക്കും. ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് സ്ഥിരീകരിക്കണമെങ്കിൽ 1670 റെസിസ്റ്റൻസ് ആദ്യം ബ്രേക്ക് ചെയ്യണം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1820. ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സും കൂടെ ഇതിനോടൊപ്പം സ്റ്റഡി ചെയ്യണം. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 2620 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്നത് കാണാൻ സാധിക്കും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ, ഐ ഓൾറെഡി ഹാവ് എൻ എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഇന്നലെ നമുക്ക് ശക്തമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാനിടയായി. നമ്മൾ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 4280 രൂപ.
കറന്റ് ലെവൽസിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് കഴിയുന്ന കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാവൂ. ലോങ് ടേം ട്രെൻഡ് ബുളിഷായി മാറണമെങ്കിൽ 4690 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ശ്രദ്ധലം ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്. താങ്ക് യു അമിത. ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനുമല്ല നൽകിയിരിക്കുന്നത് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റ് പെർസെൻ്റ് ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.